കയറി അമ്പലത്തിന്റെ വെള്ളച്ചാട്ടത്തിൽ തലതല്ലി ഒഴുകി താഴേക്ക് എത്തുമ്പോൾ വീണ്ടും സംശയങ്ങളുടെ ബാക്കിയാക്കി അങ്ങനെ ആ വായനയുടെ രസച്ചരടിലൂടെ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ് CR മീരയുടെ ഘാതകൻ പോലെയുള്ള നോവലുകൾ. വിശേഷിപ്പിക്കുന്നതായിരിക്കും അതിലെ ഏറ്റവും ഭംഗിയായ വാക്കുകളെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ എല്ലാ കഥകളിലും പ്രമേയങ്ങളിലെല്ലാം എഴുത്ത് വഴികളിൽ വ്യത്യസ്ത നോവലുകളും കഥകളുമാണ് അവർ സംഭാവന ചെയ്തിരിക്കുന്നത്. ആരാച്ചാർ, ഘാതകൻ, ഗബ്ബർ, മീര, സാധു ഈ നോവലുകളുടെയൊക്കെ പ്രമേയം നോക്കിയാൽ ഓരോന്നും വ്യത്യസ്ത രീതിയിലുള്ളതാണ്. ഒരേ കഥകൾ തന്നെ ആയിരിക്കില്ല, എല്ലാം പല പല രീതികളിലാണ് നോവലും കഥകളും എല്ലാം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മീര അവാർഡുകൾ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ കഥകൾ എഴുതി അവാർഡുകൾ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞിരുന്നു ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി മേടിക്കുന്ന അവാർഡുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ ജോലി സ്ഥലങ്ങളിലുണ്ടായി. അങ്ങനെയാണ് മീര ജോലി രാജിവെക്കുന്നത്. അപ്പം അങ്ങനത്തെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, നമ്മൾ നമ്മളുടെ ഇഷ്ടമുള്ളവരുമായിട്ട് മാത്രം സഹവർത്തിക്കണം. അവരങ്ങനെയല്ല, അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ പുരുഷൻ്റെ പല മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. KR മീരയുടെ പുസ്തകങ്ങൾ, KR മീര എന്ന കഥാകാരിയെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും ആരാച്ചാര് മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് വായിച്ചത്. അതുപോലെ ഘാതകൻ അതിനെ തുടർന്ന് പിന്നീട് അതിൽ പ്രസിദ്ധീകരിച്ചു. അതിനു മുമ്പ് അവരെക്കുറിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അത് വായിക്കുമായി. ഭ്രാന്തമായ ആദ്യാനുരാഗം മനസ്സിൽ മങ്ങാതെ സൂക്ഷിച്ച ഒരു സ്ത്രീയുടെ വിരഹാദ്ര കഥയാണ് ഈ കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥ കരിമീര. ആരാച്ചാരുടെ പറയുന്നത് ഒരു ഫണിഭൂഷൺ ടീച്ചറെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ 22 വയസ്സുള്ള ചേതന വൃദ്ധാമരി, പിന്നെ സഹോദരൻ രാമുദ, ശരീരഭാഗം തളർന്ന രാമുദ. ഈ കാലത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ആരാച്ചാരെ വായിക്കാൻ മെയിൻ കാരണം വയലാർ അവാർഡ് കിട്ടുകൊണ്ടാണെങ്കിൽ അത് വായിക്കില്ലായിരുന്നു. പിന്നെ ഘാതകനിലുള്ള ഒരു കുഴപ്പമൊന്നുമില്ല, അത് മീരയുടെ രാഷ്ട്രീയം അതിൽ ഒത്തിരി ഭാഗത്ത് അനാവശ്യമായിട്ട് ചേർത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു ഇതെന്ന് പറഞ്ഞാൽ കൃഷ്ണഗാഥ എന്നുള്ള ഒരിതാണ്. അതിൽ ഒരാളിങ്ങനെ പറയുന്നതാണ്, അയാളുടെ മകളുടെ ഒരു ടീച്ചർ, അതായത് മെയിൽ തന്നെയാണ്, അയാൾ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ടാഗോർ സാഹിത്യവേദി സെക്രട്ടറി PP ജയപ്രകാശ് സ്വാഗതവും ടാഗോർ ലൈബ്രറി സെക്രട്ടറി CS ജോസഫ് നന്ദിയും പറഞ്ഞു.